ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ മഞ്ജിമ ഹോട്ടലിലെ ഒരു ഓർഡർ വന്ന് വൈകിട്ട് 200 ഇലയപ്പം എന്നും ഇലയടയെന്നും പറയും. അത് ഗോതമ്പ് മാവിലാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി ഞങ്ങൾ ഒരുങ്ങുക. മാവ് ചെറിയ ചൂടുവെള്ളത്തിൽ നനച്ച് അതിനാവശ്യമായ ശർക്കരയിലാണ് ഉണ്ടാക്കേണ്ടത്. ചിലർ പഞ്ചസാരയിലും ഉണ്ടാക്കും. ശർക്കരയെല്ലാം ചീകിയെടുത്ത് അതിനകത്ത് ഞങ്ങൾ അവിലും തേങ്ങയും ഏലക്കാപ്പൊടിയാണ് ചേർക്കുന്നത്. ചിലർ ചെറുപയർ ചേർക്കും, ഏത്തപ്പഴം ചേർക്കും. അവരെന്താണോ പറയുന്നത് അത് ചേർത്ത് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. ഇവർ പറഞ്ഞത് അവിലും തേങ്ങയും ചേർക്കാനാണ് പറഞ്ഞത്. അങ്ങനെ അവിലും തേങ്ങയൊക്കെ ചേർത്ത് ഞങ്ങൾ ഇലയട ഉണ്ടാക്കുക. അപ്പോൾ അതിനാവശ്യമായ അവിലും തേങ്ങയും ശർക്കരയും എല്ലാം കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. എല്ലാം മിക്സ് ചെയ്തെടുത്ത് അതിനകത്ത് ഏലക്ക നല്ലോണം പൊടിക്കണം. പൊടിച്ചിട്ട് 2-3 സ്പൂൺ ഏലക്കാപ്പൊടിയൊക്കെ ഇട്ട് അവർ ആവശ്യപ്പെട്ടത് ഇത് വട്ടയിലയാണ്. വട്ടയിലയിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. ചിലർ പറയും വാഴയില വേണമെന്ന് പറയും. വാഴയിലയിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഇത് വട്ടയിലയിൽ തന്നെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സിജിയും ഷൈനായും എല്ലാവരും വട്ടയിലയിൽ ഇലയട പരത്തുക. ഷുഗർ പേഷ്യൻസൊക്കെ ഒത്തിരി ഉള്ളതുകൊണ്ട് മധുരം കുറച്ച് വെച്ചാൽ മതിയെന്ന് പറഞ്ഞു. എന്നാലും അത്യാവശ്യത്തിന് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇലയട റെഡിയായിക്കൊണ്ടിരിക്കുക. ഇലയട എല്ലാം പരത്തി അതെല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുക. എല്ലാം പരത്തി കഴിഞ്ഞ് എല്ലാം ഇതാക്കി 200 എണ്ണം ഉണ്ട്. അത് ഇനി നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് പുഴുങ്ങുക. ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് നല്ലതുപോലെ പുഴുങ്ങി ഉള്ളൊക്കെ നല്ലോണം വേവണം. അങ്ങനെ നമ്മുടെ ഇലയട അല്ലെങ്കിൽ ഇലയപ്പം റെഡിയായി. അത് കൊണ്ടുപോകാനായിട്ട് വണ്ടി വന്നു. ഇത് നമ്മുടെ ജേക്കബ് സാറാണ് ഓർഡർ ചെയ്തത്. ചർച്ചിലേക്ക് ജേക്കബ് സാറിന് വേണ്ടിയായിരുന്നു. അപ്പം ഞങ്ങളത് കാർട്ടൂണിലാക്കി വണ്ടിയിൽ വെച്ച് കൊടുത്ത് സാറത് കൊണ്ട് പോവുക. സാറ് അവിടെ കടയിലിരുന്ന് കഴിച്ചിട്ട് പറഞ്ഞ് നല്ലതാണ്, സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞു. കഴിച്ച് നോക്കിയിട്ടാണ് സാറ് കൊണ്ടുപോയത്. എല്ലാവരും ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.